ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കായയും ഉരുളക്കിഴങ്ങും വൻപയറും കൂടിയുള്ളൊരു പുഴുക്കാണ്. അപ്പോൾ ആവശ്യമായിട്ടുള്ളത് കായ, ഉരുളക്കിഴങ്ങ്, വൻപയർ, ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത്രയും സാധനങ്ങളാണ് ആവശ്യമായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഞ്ഞിയുടെ കൂടെ കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നമ്മൾ ഒരു ചീനച്ചട്ടിയൊക്കെ വെച്ച് അതിലേക്ക് കടുവും വറ്റൽമുളകെല്ലാം ഇട്ട് പൊട്ടിച്ച് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് നന്നായിട്ട് വഴറ്റുക. എന്നിട്ട് ഇതൊന്ന് വഴണ്ട് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് ഒന്നും കൂടി വഴറ്റുക. എന്നിട്ട് ഈ വഴറ്റിയതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കായ, ഉരുളക്കിഴങ്ങ്, കായ ഉരുളക്കിഴങ്ങും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് വേവിക്കാൻ വെക്കുക കേട്ടോ. കാരണം ഇത് ഇച്ചിരി ടൈം എടുക്കുമല്ലോ വേവാനായിട്ട്. ഒരു 10 മിനിറ്റ് നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വേവിക്കാൻ വെച്ചേക്കുക കേട്ടോ. അപ്പോൾ ഈ സമയം തന്നെ നമ്മുടെ വൻപയറും കുക്കറിൽ വേവിക്കാൻ വെക്കണം. കുക്കറിൽ ഒരു 3 വിസിലടിച്ചാൽ മതി, ഒത്തിരി ഉടഞ്ഞു പോകരുത്. അങ്ങനെ ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമ്മളതിലേക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയറും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതൊന്ന് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കുക. അതിനുശേഷം നമ്മുടെ തേങ്ങയിലേക്ക് ജീരകം, വെളുത്തുള്ളി വെച്ച് അരച്ച തേങ്ങയാണ് കേട്ടോ. ആ തേങ്ങ അതിലേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക. ലാസ്റ്റ് കുറച്ച് നമ്മുടെ കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഫിനിഷ് ചെയ്യുക. അത്രേ ഉള്ളൂ. ഇത് നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.